ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ മാസത്തെ ഫലമാണ് പറയുന്നത്. ജൂലൈ മാസത്തിൽ വൃശ്ചിക കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. വൃശ്ചിക കൂറുകാർക്ക് 4-ാം ഭാവത്തിൽ രാഹു, 5-ാം ഭാവത്തിൽ ശനി, 7-ാം ഭാവത്തിൽ ശുക്രൻ, 8-ാം ഭാവത്തിൽ സൂര്യനും വ്യാഴവും, 9-ൽ ബുധൻ, 10-ൽ ചൊവ്വ, കേതു. ഇതാണ് ഗ്രഹസ്ഥിതി. ഗ്രഹസ്ഥിതി എന്ന് പറയുമ്പോൾ തന്നെ ഗ്രഹസ്ഥിതി ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ഗ്രഹസ്ഥിതിയാണ് വൃശ്ചിക രാശിക്കാർക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ വൃശ്ചിക രാശിക്കാർക്ക് ഈ ഗ്രഹസ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഈ ജൂലൈ മാസത്തിൽ ഒരുപാട് ബാധ്യതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. പേടിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല. കാരണം ഈ വൃശ്ചിക കൂറുകാർ എന്ന് പറയുമ്പോൾ തന്നെ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും കൂടി ചേരുന്ന ഒരു കൂറാണ് വൃശ്ചിക കൂറ്. ആ കൂറിൽ പെട്ടിരിക്കുന്നവർക്ക് എപ്പോഴും ബുദ്ധിമുട്ടാണോ, നരകത്തിലാണോ, ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് ഒരു ഇടമില്ലേ, അല്ലെങ്കിൽ ഞങ്ങളെ രക്ഷപ്പെടാൻ സമ്മതിക്കില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവരായിരിക്കും. പക്ഷേ ഈ മാസം ഇവർക്ക് നല്ല തരം ബുദ്ധിമുട്ട് തരാനുണ്ട്. സൂര്യചാരവശാലും ബുദ്ധിമുട്ടാണ് കാണുന്നത്. ശുക്രൻ 7-ലാണ് നിൽക്കുന്നത്. അത് ഒരു കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും ഒന്നും സമ്മതിക്കാതെ നടത്താൻ വിടാതെ നിൽക്കും എന്നുള്ളത്. എന്തിനും ചുരുക്കി പറഞ്ഞാൽ ചിലപ്പോൾ വിവാഹം മുടങ്ങിപ്പോകാനുള്ള സാധ്യതകൾ ഉണ്ടാവും. ഉറപ്പിച്ച് വെച്ച വിവാഹ സംഭവങ്ങൾ അതിൽ 101 ഉണ്ടാവുള്ളൂ. 101 അല്ലെങ്കിൽ 1001 ഉണ്ടാവുള്ളൂ വിവാഹം മുടങ്ങിപ്പോകും. എന്നാലും പറയാം, ഈ രാശിയിൽപ്പെട്ടിട്ടുള്ള ഒരു 7-ാമത് ശുക്രൻ നിൽക്കുന്ന കാരണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയും. 4-ാം ഭാവത്തിലാണെങ്കിൽ സുഖസ്ഥാനത്തിൽ രാഹുവാണ്, അത്ര ഗുണകരമല്ല എന്നുള്ളതിനെ പറയുന്നത്. അഷ്ടമത്തിൽ 8-ാം ഭാവത്തിൽ സൂര്യനും വ്യാഴവും. പറയേണ്ട ആവശ്യമില്ല. ധനത്തിൻ്റെ ബുദ്ധിമുട്ട്, സന്താനങ്ങൾക്ക് ബുദ്ധിമുട്ട്, ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ജപ്തി നടപടികൾ, അതായത് വീട്, ഭവനങ്ങൾ, അങ്ങനെയുള്ള വസ്തുവകളെല്ലാം വല്ലതും പണയപ്പെടുത്തുകയോ അല്ലെങ്കിൽ ബാങ്കിലോ മറ്റുള്ളവരെയോ ലോണെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടവ് അടയ്ക്കാതെ വളരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയും, അതുപോലെ തന്നെ കടബാധ്യതകൾ കടത്തിൽപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം വളരെ സാമ്പത്തിക ഞെരുക്കങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും മാനസികപരമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും തൊഴിൽ സ്തംഭനാവസ്ഥയിലേക്ക് പോവുകയും എല്ലാം ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകും. ഗവൺമെൻറ് തലത്തിൽ ജോലി ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കണം എന്നുള്ള യാതൊരുവിധ സംശയമില്ലാത്ത കാര്യമാണ്. വളരെ സൂക്ഷിക്കണം പറഞ്ഞു വെച്ചാൽ ജോലി അടക്കം ചിലപ്പോൾ പോകാനുള്ള സാധ്യതകളുണ്ട്. കാരണം അവനവൻ്റെ ശ്രദ്ധാക്കുറവ് മൂലം എന്ന് തന്നെ പറയാം. കാരണം ഗവൺമെൻറ് കാരകനായിട്ടുള്ള സൂര്യൻ അഷ്ടമരാശിയായ 8-ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് അങ്ങനെയുള്ളതൊക്കെ സംഭവിക്കാം. 8, 9 അങ്ങനെയുള്ള രാശികൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള എല്ലാവിധ ദോഷങ്ങളും ആനുകൂല്യങ്ങളൊക്കെ തടസ്സപ്പെടുന്ന പറയുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് ജീവനക്കാർ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. പരിഹാരം, എല്ലാറ്റിനും പരിഹാരം നടത്തുന്ന പറയുന്നത്. മെയിനായിട്ട് ശിവക്ഷേത്രത്തിൽ, അതായത് മഹാദേവ ഭഗവാന് ശരിക്കും തണുപ്പിക്കുക എന്ന് വെച്ച് പറഞ്ഞാൽ ജലധാര അല്ലെങ്കിൽ ഇളനീര് ധാര, ഇതാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. ജലധാര അല്ലെങ്കിൽ ഇളനീര് ധാര, എണ്ണ വിളക്ക്, അതായത് ശിവലിംഗത്തിൻ്റെ പിന്നിൽ കത്തുന്ന വിളക്കിന് പകരം വന്നിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എണ്ണയ്ക്ക് സീറ്റാക്കിയാൽ നമ്മൾ എണ്ണ അവർ ഒഴിച്ചു കൊടുക്കും. അതുപോലെ തന്നെ കൂവളമാല കൊണ്ട് സമർപ്പിക്കുക, കൂവളമാല ചാർത്തുക. അതുപോലെ തന്നെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക. രോഗാധിക്യം വരാതിരിക്കാൻ, ആപത്ത് വരാതിരിക്കാനും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക എന്നുള്ളതും. തൊഴിൽ സ്ഥാനത്തിലേക്ക് ഐശ്വര്യ അഭിവൃദ്ധി വരുന്നുണ്ട്. ഗണപതിക്ക് കറുകാമാല, ഭഗവതിക്ക് രക്തപുഷ്പാഞ്ജലി എന്നിവയും. അതുപോലെ തന്നെ 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രന് വെള്ളിയാഴ്ച ദിവസം ഭഗവതിക്ക് സഹസ്രനാമാർച്ചന എന്നിവയും. പറ്റുകയാണെങ്കിൽ ആയില്യ നാളിൽ ഒരു നാഗപൂജയും. ഇത്രയും പരിഹാരമെല്ലാം ചെയ്യാൻ സാമ്പത്തിക ശേഷിയുണ്ടോ എന്ന് ചിന്തിക്കുന്നവരടക്കമുണ്ടാവും. അങ്ങനെ ഇല്ലെങ്കിൽ ഒരു നിവൃത്തിയില്ല. ഭഗവാനെ വിളിച്ച് അവരുടെ ഏത് ഭഗവാനെയാണോ, ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സർപ്പം 4-ാം ഭാവത്ത് രാഹു ആണെങ്കിൽ രാഹുവിൻ്റെ മന്ത്രങ്ങൾ അറിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ രാഹുസ്വസ്ത്രം അറിയുകയാണെങ്കിൽ അത്, അല്ലെങ്കിൽ ശിവ ഭഗവാനെ ഓം നമ ശിവായ എന്ന മന്ത്രം എത്രത്തോളം പറയാൻ പറ്റുമോ അത്രത്തോളം പറയുക. അല്ലെങ്കിൽ ഓ രുദ്രായ നമ എന്ന് പറയുക. അതുപോലെ തന്നെ മഹാവിഷ്ണു വ്യാഴൻ 8-ലാകുന്ന കാര്യം ഓ നമോ നാരായണായ, ഓ വാസുദേവായ നമ, അങ്ങനെയുള്ള നാരായണ സ്തുതികൾ പറയുക. അതുപോലെ സഹസ്രനാമ ജപം ജപിക്കുക എന്നിവയും. 7-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്ന കാരണം ലളിത സഹസ്രനാമ ജപം ജപിക്കുക. കർമ്മസ്ഥാനത്തിൽ 10-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്ന കാരണം കൊണ്ട് സഹസ്രനാമ ജപം നടത്തുക.
ഗണേശ ഭഗവാന് ഏത്തമിടുക. ഇതൊക്കെയാണ് നമ്മൾക്ക് അതായത് ധനമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ. അവനെക്കൊണ്ട്, അതായത് എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ എന്നെക്കൊണ്ട് ധനസഹായമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നെക്കൊണ്ട് ആകുന്ന പ്രവർത്തികൾ എന്തുവാണ് ഞാൻ ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ ധനം മാത്രം, സാമ്പത്തികം മാത്രം എന്നെ പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ കണ്ടത്. അതാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. അതേസമയത്ത് ഇത് പരിഹാരം ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും പരിഹാരം ചെയ്ത് തീർക്കുക. എല്ലാറ്റിലും പ്രശ്നങ്ങൾ കാണുന്നത്, അതായത് തൊഴിൽ പ്രശ്നം കാണുന്നുണ്ട്, ഉദ്ദിഷ്ട കാര്യം നടത്താൻ കണ്ട്, ഒരു യാത്ര പോകാൻ വരുന്ന യാത്ര ശരിയാവാതിരിക്കാനുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്, സന്താനങ്ങൾക്ക് ഐശ്വര്യ അഭിവൃദ്ധിയില്ലായ്മ, സന്താനങ്ങൾക്ക് വേണ്ടി ധനം ചെലവാക്കുക, അത് വേസ്റ്റായി പോവുക, അതുപോലെ തന്നെ ചിന്തിക്കുന്ന ബുദ്ധികൾക്കൊക്കെ കോട്ടം വരിക എന്നൊക്കെയാണ് പറയുന്നത്. കുറച്ചുകൂടി സഹിച്ചേ പറ്റുകയുള്ളൂ എന്നുള്ള യാതൊരു സംശയമില്ല. ഈ പരിഹാരങ്ങളെല്ലാം ചെയ്തു പോവുകയാണെങ്കിൽ കുറേയേറെ സമാധാനങ്ങൾ കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഏത് മതസ്ഥരാണെങ്കിലും അതാത് മതസ്ഥൻ്റെ വിധിപ്രകാരം പ്രാർത്ഥന രൂപേണ പ്രാർത്ഥന നടത്തുക, ഓതേണ്ട വിധം അവിടെ ഓതുക, ചൊല്ലേണ്ട കൊന്ത ചൊല്ലേണ്ട അവിടെ കൊന്ത ചൊല്ലുക, നാമജപം ജപിക്കേണ്ട നാമജപം ജയിക്കുക എന്നുള്ളതൊക്കെയാണ് പറയാനുള്ളത്. ഇങ്ങനെയുള്ള ചിന്തകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു പോവുകയാണെങ്കിൽ ദോഷഹിതം കുറഞ്ഞു കിട്ടും വൃശ്ചികക്കൂറുകാർക്ക് എന്നാണ് പറഞ്ഞത്. കാരണം ഗ്രഹസ്ഥിതി ഒന്നും അത്ര ക്ലിയർ അല്ല. മൊത്തത്തിൽ 9 ഗ്രഹങ്ങളിൽ അനുകൂല ഗ്രഹത്തിൽ നിൽക്കുന്ന ഗ്രഹം എന്ന് പറയാനൊന്ന് ഉണ്ടോ ചോദിച്ചുകൊണ്ട് 5-ൽ ശനിയാണ് നിൽക്കുന്നത്. വേദനക്ഷത്രത്തിലെ 5-ാം വേദഭാവമാണ്. എന്നാലും ആ ശനി മാത്രമാണ് നിൽക്കുന്നത്. അതും അത്ര ക്ലിയർ ഒന്നുമല്ല എന്നാണ് പറയുന്നത്. ദോഷമല്ല, ശനി കൊണ്ട് ബുദ്ധിമുട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിയെല്ലാം ബുദ്ധിമുട്ടുള്ള സ്ഥാനത്ത്, അനുകൂല സ്ഥാനത്തല്ല എന്നുള്ളത് തന്നെ പറയുന്നത്. അപ്പോൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക, ഭക്തിയോടുകൂടി പോവുക, പരിഹാരങ്ങൾ നടത്താൻ പറ്റുന്ന പരിഹാരങ്ങൾ ചെയ്യുക, സൂക്ഷ്മത കൈവരിക്കുക എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ട്, ഇതിൽ മെയിനായിട്ട് വാഹന സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം വന്നിട്ട് ഭയങ്കര ദോഷകരമാണ്. വാഹനങ്ങൾ ചിലപ്പോൾ ഒന്നഴിക്കേണ്ടത് അവിടെ മറ്റേതായിരിക്കും അഴിക്കുക, പ്രവർത്തിക്കുന്നവിടെ, അല്ലെങ്കിൽ ബാറ്ററി പോയി എന്ന് പറയുന്ന സമയത്ത് വേറെ ഇതായിരിക്കും ചെയ്യുക. അപ്പോൾ അങ്ങനെ മാറി വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വാഹന ബിസിനസ് കുറയാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയുള്ള വസ്ത്രം സംബന്ധമായിട്ടുള്ള, ആഭരണ സംബന്ധമായിട്ടുള്ള, അങ്ങനെയുള്ള എല്ലാവിധ സംബന്ധമായിട്ടുള്ള തൊഴിലിനും ബാധിക്കും എന്ന് തന്നെ പറയുന്നു വൃശ്ചിക രാശിക്കാർക്ക്. അപ്പോൾ ഈ പരിഹാരങ്ങളെല്ലാം ചെയ്ത് ഒരു മാസത്തിനെ കടത്തി കൊണ്ടുപോവുക എന്നുള്ള പറയുന്നത്. നമസ്കാരം.